ഹായ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മൂവി കാണാൻ പോവാണ്. കേസരി 2 ഈ ഹിന്ദി മൂവിയാണ്. ഇവിടെ ഞങ്ങളെ ഈ ആർമി കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഫ്രൈഡേ ഓർ സാറ്റർഡേ അവിടെ മൂവി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ പോയി കാണാമെന്ന് കരുതി മിക്കവാറും എല്ലാ ഫ്രൈഡേയും ഞങ്ങൾ പോകലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ വന്ന ആളെ ഒരു ഗെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് പോകുന്നതെന്ന്. എൻ്റെ ലുക്ക് കണ്ടില്ല, നമ്മുടെ നോർമൽ പാവങ്ങളെ കൂടെ വന്ന ഒരാളെ ഗെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉള്ളിലെ കോമ്പൗണ്ടിൽ മൂവി കാണാൻ പോകുന്ന ലുക്കാണ്. അതുകൊണ്ട് ഞാൻ വരച്ച് ഉടുത്ത് നോക്കിയപ്പോൾ സെറ്റ് ആയില്ലെങ്കിൽ അയച്ചിടാൻ പറ്റുന്നു. അപ്പൊ സെറ്റ് ആയതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇങ്ങനെ പഠിച്ചു നോക്കാൻ വെച്ചതാണ്. പറഞ്ഞ ഒരു സത്യാവസ്ഥയാണ്. അവൾക്ക് ഇന്നൊരു സാരി ഉടുക്കണമെന്ന് പൂതി തോന്നി. അവൾ സാധാരണ ഇതുവരെ സാരി അങ്ങനെ ഒറ്റയ്ക്ക് ഉടുക്കാറില്ല. ഒന്നെങ്കിൽ അമ്മയോ അല്ലെ എൻ്റെ വീട്ടിൽ ചേച്ചിമാരായിട്ടാണ് അവളെ സഹായിക്കൽ. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കും അവൾ ഒന്ന് ഉടുത്ത് നോക്കിയതാണ്. ഇതാണ് ഞങ്ങളെ മിലിറ്ററി ഹോസ്പിറ്റൽ. ഇവിടെയായിരുന്നു ഞാൻ 4 വർഷമായിട്ട് അഡ്മിറ്റ് ആയത്. ഇവിടെയാണ് എൻ്റെ ഗ്രൗണ്ട്. ഇവിടെയാണ് ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വരാറ്. എന്നും ഡെയിലി വൈകുന്നേരം ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ ഈ ഗ്രൗണ്ടിലാണ് വരാറ്. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഗെയിം ഇല്ല ഇവിടെ. ഇപ്പോൾ ഞങ്ങൾ ടീംസ് ഒന്നും കുറവാണ് കളിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കളിക്കാനില്ല. ഇതാണ് ഞങ്ങളെ ഗ്രൗണ്ട്. അവൾ പറഞ്ഞ് കേട്ടുള്ള സ്ലൈസ് എന്തെങ്കിലും മേടിച്ചു വന്ന്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലൈസും സ്നാക്സും ഒക്കെ വാങ്ങാൻ വന്നതാണ് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ. അത് വാങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലും. അങ്ങനെ അവൾ പറഞ്ഞൊക്കെ വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അവൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് മൂവി പോസ്റ്റർ കേസരി 2. ഞാൻ അഡ്മിറ്റായിരുന്ന ടൈമിൽ ഇവിടെ ഒരു അൽമര ഉണ്ട്. അതിൻ്റെ ചോട്ടിൽ ഡെയിലി മോർണിംഗ് വന്ന് ഇരിക്കാറ്. പിന്നെ ഇവിടെ വന്ന് എക്സസൈസും ഒക്കെ ചെയ്യും, വാക്കിങ്ങും ഒക്കെ. അങ്ങനെ മൂവിയൊക്കെ കണ്ടിറങ്ങി ഞങ്ങളെ ക്വാർട്ടറിലെത്തി. ഇതാണ് ഞങ്ങളെ ക്വാർട്ടർ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ക്വാർട്ടർ. അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത് അഖില എന്ന്. ഈ ക്വാർട്ടേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിവിടെ ഞങ്ങളെ അയൽവാസികളാണ്, തൊട്ടപ്പുറത്തുള്ള അയൽവാസികളുടെ മക്കളാണ് 3 പേരും. അപ്പോൾ അവരിവിടെ കുത്തിയിരുന്ന് കളിക്കുക.